ആ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല കുട്ടി. വീട്ടിൽ കൊണ്ടാക്കിയ ഉടനെ തന്നെ 1000-ന്റെ പെട്ടക്കട 3 നോട്ട് എടുത്ത് ഇങ്ങനെ തന്നു. എന്നിട്ട് നീ അത് വാങ്ങിയോ? പിന്നെ വാങ്ങാതെ? ഷേ അത് മോശമായി പോയി. അതെന്താ വെച്ചാ കമ്പനി കാശല്ലേ? എന്ത് കാശാണെങ്കിലും മേനോസാന്റെ കൊച്ചും കൂടെ എന്ന് വാങ്ങിച്ചത് മോശമായി പോയി. ഞാൻ ചോദിച്ചു വച്ചൊന്നല്ല, അവള് തന്നാ. പിന്നെ നിന്നെ ആ കുഴിമറ്റത്ത് അച്ഛൻ അന്വേഷിച്ചായിരുന്നു. ചെന്നത് കാണാൻ പറഞ്ഞു. അത് ഇനി എന്താണാവോ? അമ്മേ, അച്ഛൻ ഡോക്ടറെ കണ്ട? നിന്റെ അല്ലേ അച്ഛൻ. ഞാൻ വിളിച്ചിട്ട് ഇവിടെ കല്ല് പോലെ നിന്നല്ലാണ്ട് എന്റെ കൂടെ വന്നില്ല. പിന്നെ ഇവിടെ കോളേജിൽ പോയിട്ട് വന്നിട്ടാ കൊണ്ടുപോയത്. എന്ത് പറഞ്ഞു? എങ്ങനുണ്ടായിരുന്നു നീതു? ഇന്ന് എത്ര തവണ ഉടക്കി? ഞങ്ങള് തമ്മിലാ? അയ്യേ, അവളെ പോലൊരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ ഒരു പിന്നെ പൈസ കിട്ടിയിട്ട് എനിക്കെന്ത് വാങ്ങി? നിനക്കെന്ത് വാങ്ങാന്? പിന്നെ ഇത് വാങ്ങി. ഹായ് ചേട്ടാ, ചുരിദാർ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ ചുരിദാറിന്റെ ചന്തം പോയി. ചേട്ടന്റെ വാച്ച് എവിടെ? അത് നന്നാക്കാൻ കൊടുത്തില്ലേ? ചേട്ടന് കള്ളം പറയാൻ പോലും അറിയില്ല അല്ലേ? വാച്ച് വിറ്റു അല്ലേ? ഡാഡി, മിഥുന്റെ കാര്യത്തില് എനിക്കൊരു പ്രോബ്ലം. ഞങ്ങൾ തമ്മിൽ ചേർന്നു പോകുമോ എന്നൊരു സംശയം. എന്താ പറയാ, ഒരു ഗട്ട് ഫീലിംഗ്. ഒന്നും പറ്റിയില്ല, പക്ഷേ മോളെ, കല്യാണത്തിന് തൊട്ടു മുമ്പ് പെൺകുട്ടികൾക്കുണ്ടാകാറുള്ള ഒരു വെപ്രാളം ബ്രൈഡൽ നെർവ്സ് എന്ന് പറയും. അത്രേ ഉള്ളൂ ഡാഡി. അതല്ല, മോള് വിഷമിക്കണ്ട, ഇതൊക്കെ ചുമ്മാ തോന്നുന്നതാ. ഡാഡി എന്തായാലും ഈ ദിവസങ്ങളിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കേ. പിന്നെ ഓഫീസിൽ നിന്നൊരു മെയിൽ ഉണ്ടായിരുന്നു. എന്താ കാര്യം? തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഒരു ഓഫീസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട്. എന്നത്തേക്ക് നടക്കും? ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യണം. ഭഗവാനെ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ഒന്നും വച്ച് താമസിപ്പിക്കണ്ട. അച്ഛാ, രാജീവ് അങ്കിളാ. ഹലോ മാധവൻ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടോ? എന്തു പറ്റിയടോ? നീതുമോൾക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയി. അവളുടെ കമ്പനിയുടെ പുതിയ ഓഫീസ് തുടങ്ങുക. അതേതായാലും നന്നായി. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ നാട്ടിലേക്ക് വരുന്നുണ്ട്. എടോ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണ്ടേ? വരവന്റെ ഉദ്ദേശം തന്നെ അതാടോ. അപ്പൊ ശരി, വരുമ്പോ കാണാം. ഓക്കെ, നാളെ കാണാം. ഓക്കെ. രാജീവും ഭാര്യയും നാളെ നാട്ടിലേക്ക് വരുന്നെന്ന്. അത് ശരി, ഞാൻ വിചാരിച്ചു അവള് പിന്നെ ഉടക്കൊച്ച് കാണുന്നു. അപ്പോ നീ പിന്നെ അവളോട് വഴക്കുണ്ടാക്കാൻ പോയോ? ഇങ്ങോട്ട് നോക്കിയേ, ശരിക്കും ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇത് നടന്നാൽ നിനക്കൊരു ലോട്ടറി കിട്ടും പോലെയാ. നിധിയല്ലോടാ, നിധി. നിന്റെ പോത്തിന്റെ സ്വഭാവം പുറത്തെടുത്തിട്ടേ ആ പെണ്ണെങ്ങാനും വേണ്ട എന്ന് പറഞ്ഞാൽ കോടികളാ നഷ്ടം, കോടികൾ. എന്റെ ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ പോകാ. സൂക്ഷിച്ചിരുന്നാൽ നിനക്ക് കൊള്ളാം. എന്താടാ ഒരു വോ? ഇറക്കുമതിയാ? എന്തുപറ്റി? എന്താ ഒരു മൂഡ് ഓഫ്? ഞാൻ വല്ലാത്ത കൺഫ്യൂഷനിലാ. ഡാഡി മമ്മിയും കല്യാണക്കാരിയായിട്ട് മുന്നോട്ട് പോവാ. പക്ഷേ എനിക്കെന്തോ ഒരു ടെൻഷൻ. ഒരു തീരുമാനം എടുക്കാൻ കുറച്ചുകൂടി സമയം വേണം. വീട്ടിൽ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ ഡാഡി പറയാ ബ്രൈഡൽ നെർവ്സ് ആണെന്ന്. പക്ഷെ അതല്ല. എനിക്കിത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. സന്തുവിനൊരു സൊല്യൂഷൻ പറയാമോ? ഇക്കാര്യത്തിൽ ഞാനെന്ത് പറയാനാ? ഇതൊക്കെ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളല്ലേ? എന്തോ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുക.